നല്ല ഹാപ്പിയിലാണ്. രാഹുൽ ഗാന്ധി ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെ ഹാപ്പിയുള്ള കാര്യമല്ലേ? 100% അല്ലേ? അതുകൊണ്ട് നല്ല ഹാപ്പിയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. കോൺഗ്രസിൻ്റെ ഭാവി, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ആ സംസാരത്തിൽ ഞാനും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവിയിൽ സംതൃപ്തരാണ്. ഞങ്ങൾ തൃപ്തികരമായാണ് അതിനെ വിലയിരുത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഹാപ്പിയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് അവിടെ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് ജയിച്ചു വരും എന്ന നിലവാരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയാണ് ഞങ്ങൾ പിരിയുന്നത്. ഒരു പോരാളിയാണ്, എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിന്ന ആളാണ് എന്നൊക്കെയാണ്. അതെ, അത് രാഹുൽ ഗാന്ധിയോടല്ലേ ചോദിക്കണ്ട, എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി കിട്ടുമോ? എന്തെങ്കിലും തരത്തിൽ ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? എന്തുറപ്പ്? പാർട്ടിയിൽ കെ സുധാകരന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം പ്രവർത്തകർക്കിടയിലുണ്ട്. പാർട്ടിയിൽ എങ്ങനെയായിരിക്കും തുടർന്ന് അങ്ങോട്ട്? പാർട്ടിയിൽ അങ്ങോട്ട് തുടരേണ്ടത്, തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. അങ്ങനെ ഒരു നേതൃത്വം ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് അതിനുള്ള ഒരു സഹായങ്ങളൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് എപ്പോഴാണ് പ്രാവർത്തികമാക്കുന്നതെന്ന് എനിക്കറിയില്ല. പ്രാവർത്തികമാക്കിയാൽ സന്തോഷം, പ്രാവർത്തികമാക്കിയില്ലെങ്കിലും എനിക്കൊരു സന്തോഷക്കുറവില്ല. ഞാൻ ഒന്നുമില്ലെങ്കിലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു പ്രവർത്തകനാണ്. അത് പോയി നാട്ടിൽ പോയി പ്രവർത്തിക്കാൻ എനിക്ക് വേറെ ആയുധങ്ങളൊന്നും വേണ്ട. ഞാൻ പോവും, പ്രവർത്തകരോടൊപ്പം ഒട്ടി നിൽക്കും, ഞാൻ പ്രവർത്തിച്ച് പാർട്ടിക്ക് കരുത്ത് പകരും. മുഖ്യമന്ത്രി ചർച്ച വലിയൊരു ചർച്ചയാണ്. ഒരു സീനിയർ നേതാവെന്ന നിലയിൽ അങ്ങ് ആരുടെയെങ്കിലും പേര് മുന്നോട്ട് വയ്ക്കുകയോ ആ തരത്തിൽ എന്തെങ്കിലും ചർച്ച? ഞാൻ 1-2 പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഇനി അത് ആവർത്തിക്കണ്ട. ഇന്നത്തെ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആവശ്യം മുന്നോട്ട് വെച്ചോ? എൻ്റെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുമില്ല, എൻ്റെ ഒരു ആവശ്യം അവർ അംഗീകരിച്ചിട്ടുമില്ല. അതൊക്കെ പറയുമ്പോൾ സ്വാർത്ഥപരമായ ചർച്ചയായി പോവില്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് പാർട്ടി പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. എനിക്ക് പാർട്ടി പ്രവർത്തകന്മാരോട് സഹകരിക്കാനും പ്രവർത്തിക്കാനും സഹവർത്തിത്വം പുലർത്താനും ഒക്കെ എനിക്ക് പാർട്ടിയുടെ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റിയുടെയോ എന്തെങ്കിലും പിന്തുണ എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ അവരും തമ്മിൽ, പ്രവർത്തകന്മാരും തമ്മിൽ ആ രീതിയിലുള്ള ബന്ധമാണ്. ആ ബന്ധം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം വേണ്ടെന്ന് വെക്കാനെടുത്ത തീരുമാനം, അതിന്റെ കാരണം എന്താ? കണ്ണൂരിൽ മത്സരിക്കാണ്ടെന്ന് തീരുമാനമെടുക്കാൻ കാരണം എന്താ? അത് പാർട്ടി ആവശ്യപ്പെട്ടത് കൊണ്ട് മത്സരിച്ചില്ല, അത്രേ. ഞാൻ പാർട്ടിക്ക് വിധേയനല്ലേ. ഞാനത് പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമല്ലേ. നിങ്ങൾ എന്തിനാ പിന്നെ അത് വീണ്ടും കൊണ്ട് ചോദിപ്പിക്കുന്നു? അങ്ങനെ മാറി നിന്നപ്പോൾ പാർട്ടി എന്തെങ്കിലും ഉറപ്പ് നൽകിയോ? ഈ മാറി നിന്നപ്പോൾ പാർട്ടി എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഉറപ്പെന്തിനാ? രാഷ്ട്രീയത്തിൽ എന്ത് ഉറപ്പ് എന്ത് ഉറപ്പാ തരേണ്ടത്? അവർ ഒരു ഉറപ്പും തരാനില്ല. ഞാൻ തുടക്കമിട്ടതല്ല, അതിൻ്റെ അർഹതപ്പെട്ട ഒരു സീനിയർ പൊളിറ്റീഷ്യൻ, കോൺഗ്രസിൻ്റെ പൊളിറ്റീഷ്യൻ, ഒരു സീനിയർ നേതാവ്, അതിലൊരാളെ ചൂണ്ടിക്കാട്ടി എന്നേ ഉള്ളൂ. ഞാൻ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കൂട്ടുകാർ മതി എന്ന് പറയുന്നിടക്ക് നിർത്തിക്കോട്ടെ. കെ സുധാകരൻ ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്, അതിന്റെ കാരണം എന്താ? അതെന്റെ ആത്മവിശ്വാസം, എന്റെ മനക്കരുത്ത്. ഈ കൂടിക്കാഴ്ചക്ക് ശേഷം അത് കൂടി? അങ്ങനെ ഇല്ല, കൂടിയിട്ടൊന്നുമില്ല. നേരത്തെ ഉള്ളതേ ഇപ്പം എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളൂ. പാർട്ടി എന്ത് തന്നാലും ഏറ്റെടുക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടിയിലെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള അങ്ങയുടെ അനുയായികളുമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും ആവശ്യപ്പെടണമെന്നോ ചോദിക്കണമെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്നുമില്ല. ഓക്കെ.
ഇപ്പോൾ താങ്കൾ SDP-ക്കെതിരെ ഇപ്പോൾ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബി രംഗത്തെത്തിയിട്ടുണ്ട്. SDP-യുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ജനാധിപത്യ പ്രക്രിയക്ക് ചേരുന്നതല്ല, അവർ നിലപാട് തിരുത്തണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ DYFIയും SDP-ക്കെതിരെ SDP-യുമായി യാതൊരു ധാരണയില്ല, SDP ഉൾപ്പെടെ ഒരു സംഘടനയുടെയും വോട്ട് വേണ്ട എന്നാണ്. SDP-യുടെ വോട്ട് വേണ്ട, DYFI വർഗീയക്കെതിരെയാണ് ഇന്നിപ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിലുള്ള നിലപാടെന്നാണ്? SDP-യുടെ വോട്ട് വേണ്ട എന്നാണ് DYFI പറയുന്നത്. വേണ്ടെങ്കിൽ വേണ്ട, നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ മാത്രമേ വേണ്ടെന്ന് പറയുമ്പോൾ ആകെ ബേജാറാവേണ്ടതുള്ളൂ. ഞങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അവരുമായി ധാരണയില്ല. വസീഫ് പറഞ്ഞത് ശരിയാണ്, അവരുമായി ധാരണയില്ല, അത് കറക്റ്റാണ്. പിന്നെ വോട്ട് വേണ്ടെങ്കിൽ അവർക്ക് വേണ്ട, ഞങ്ങൾ കൊടുക്കില്ല, അത്രയേ ഉള്ളൂ. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ MABB പാർട്ടിയെക്കുറിച്ചും കൂടി പഠിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രവർത്തന ശൈലി എന്താണ്, ഞങ്ങളുടെ പ്രവർത്തന പരിപാടി എന്താണുള്ളത്, അദ്ദേഹം ഒന്ന് പഠിക്കട്ടെ. പഠിക്കാതെ അത് പറയുന്നതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിലപാട് തിരുത്തണമെന്നാണ് പറയുന്നത്. ഇല്ല, ഞങ്ങൾ തിരുത്തേണ്ട നിലപാട് ഞങ്ങളിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ നിലപാട് വളരെ കറക്റ്റാണ്. പലയിടത്തും ഇപ്പോൾ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇല്ല, ഞാൻ ഒരിക്കലും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഈ പ്രഖ്യാപിക്കാത്ത പിന്തുണ ഉണ്ടെന്ന് പറയില്ലേ, അങ്ങനെയില്ല. ഞങ്ങൾ അവരുമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, ധാരണയില്ല. അവർ പറഞ്ഞു, കോൺഗ്രസ് അങ്ങനെ പറയുന്നുണ്ട്, അതുപോലെ അവർ മുമ്പ് പറഞ്ഞവരാണ്. പറഞ്ഞവർക്ക് അങ്ങനെ പറയുന്നു, ഞങ്ങൾക്ക് ആ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. DYFIയും CPM തന്നെ SDP-ക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ട് വേണ്ട എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാണ്. അതന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേണ്ടെങ്കിൽ വേണ്ട, നമുക്കിപ്പോൾ ആർക്കും കൊണ്ടു കൊടുക്കുന്നില്ലല്ലോ. ഇത് നമുക്ക് വേണ്ടെന്ന് പറയുന്നവർക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അതേ ഞങ്ങൾക്കറിയില്ല, അത് എത്രത്തോളം പറഞ്ഞു നമുക്കറിയില്ല. ഇനി പറഞ്ഞെങ്കിൽ പോലും ഞാൻ അതാണ് അത് പറഞ്ഞു വരാൻ നമുക്ക് കൃത്യമായി അറിവില്ല. ഇനി പറഞ്ഞെങ്കിൽ പോലും നമുക്ക് അത് അവരുടെ അഭിപ്രായമാണ്. നമ്മൾ അവരുമായി ധാരണയോ അവരുമായി ഒരു ഡീലോ ഉണ്ടെങ്കിൽ നമുക്കതിൽ ടെൻഷനുള്ളൂ, നമുക്ക് ടെൻഷനും ഇല്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ടെന്നോ അല്ലെങ്കിൽ വിധി സെഷൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതിലൊക്കെ മൊത്തത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യും. ഞങ്ങൾ സമയമുണ്ടല്ലോ. ഞങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പരമാവധി വോട്ട് പിടിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ നിലപാട് പിന്നീട് സ്വീകരിക്കും.